1796 ആറാട്ടുപുഴ പൂരത്തിന് ശക്തമായ കാറ്റും മഴയും മൂലം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സംഘം ക്ഷേത്രങ്ങൾക്ക് സമയത്ത് എത്താൻ സാധിച്ചില്ല. വളരെ വൈകി ആറാട്ടുപുഴയിലെത്തിയ സംഘങ്ങൾക്ക് പൂരത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. ഏറെ ദുഃഖത്തോടെ തൃശ്ശൂരിലേക്ക് മടങ്ങി വന്ന ജനം അന്നത്തെ രാജാവായ ശക്തൻ തമ്പുരാനെ കാര്യങ്ങൾ അറിയിച്ചു. അന്ന് തമ്പുരാൻ അവർക്ക് കൊടുത്ത വാക്ക് ഒന്നേ ഉള്ളൂ: ഇനി ലോകം ഇവിടെ നമ്മുടെ മണ്ണിൽ വന്നിട്ട് പൂരം കാണുന്നു. 228 വർഷങ്ങൾക്ക് ശേഷം ഇതാ 2024 അന്നത്തെ അതേ ആർജവത്തിലും ആവേശത്തിലും ചടങ്ങുകൾക്ക് ഒന്നും മാറ്റം വരുത്താതെ തൃശ്ശൂരുകാർ ഇന്നും ഈ ഒരു ഉത്സവം ആഘോഷിച്ചു വരുന്നു. കൊല്ലം തോറും ലക്ഷോപലക്ഷം ജനങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു പൂരം കാണാനും അതിലെ ഓരോ ചടങ്ങുകളും ആസ്വദിക്കാനും വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുന്നത്. Let's never destroy this culture. നമസ്കാരം ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഈ വ്ലോഗ് എന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇറ്റ്സ് അബൌട്ട് ദ വേൾഡ് ഫേമസ് തൃശ്ശൂർ പൂരം. ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും ന്യൂസ് ചാനലുകളിൽ കത്തിക്കയറി നിൽക്കുന്നുണ്ട്. നമ്മൾക്കതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിൻ്റേതായ അതോറിറ്റീസ് ഇതിനൊരു തക്കതായ സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി വരുന്ന പൂരങ്ങളിൽ ജനങ്ങൾക്കും അതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ വർഷം അനുഭവിച്ച അത്രത്തോളം ദുരിതങ്ങൾ സംഭവിക്കാണ്ടിരിക്കട്ടെ എന്നും നമ്മൾ വിശ്വസിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഞാൻ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായ കിഴക്കുംപാട്ടിര ദേശത്തിൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിയോടുകൂടി പാറമേക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. അതിനുശേഷം ആനകളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് നേരെ ഞാൻ പൂരത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടായ പൂരക്കഞ്ഞി കഴിക്കാൻ വേണ്ടി കയറി. ഈ പൂരക്കഞ്ഞി കഴിക്കൽ ഒരു പ്രത്യേകതരം വൈബാണ്. അതിൻ്റെ തനതായ രീതിയിലുള്ള പാളയിലാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൂരക്കഞ്ഞിയുടെ പവറിലാണ് ഞങ്ങൾ തൃശ്ശൂരുകാർ കുടമാറ്റം കഴിയണവരെ രാത്രി 7 മണി വരെ പിടിച്ചു നിൽക്കുന്നത്. വേറൊരു ഫുഡിനും ഞങ്ങൾക്ക് ഈ ഒരു പവർ നൽകാൻ സാധിക്കില്ല. അവിടുന്ന് ഞാൻ നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ചടങ്ങുകളൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായൊരു പൂരം വൈബൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഡോക്ടറും ഒന്ന് രാമനും. അതുപോലെ ചേട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്തുള്ള ചടങ്ങുകൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മനോഹരമായ രീതിയിലാണ് കുടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അകത്തുള്ള ചടങ്ങുകൾക്ക് ശേഷം എല്ലാ ആനകളെയും നിരത്തി നിർത്തിക്കൊണ്ട് പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ ഒരു മിനി കുടമാറ്റം നടത്താറുണ്ട്. ഈ ഒരു കുടമാറ്റം കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു മുട്ടുസൂചി കൊടുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ഏരിയ മൊത്തം കറങ്ങിയിട്ടാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയത്. അവിടുന്ന് ഞങ്ങൾ നേരെ തേക്കിൻകാടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ തണലത്ത് കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് സംഭാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് സംഭാരമൊക്കെ കുടിച്ച് സെറ്റ്
സെറ്റായിട്ട് വടക്കുന്നാഥൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭാരം കുടിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ എക്സിബിഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വടക്കുന്നാഥൻ്റെ അകത്തേക്ക് കയറാണ്. അപ്പോൾ ഞങ്ങൾ കയറിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ചെറിയ രീതിയിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ഹൈക്കോടതി നിയമം ഉണ്ടായിരുന്നു, ആരും ചെരുപ്പ് ഉപയോഗിച്ച് വടക്കുന്നാഥൻ്റെ അകത്ത് കയറാൻ പാടില്ല. ചിലരൊക്കെ പാലിച്ചു, ചിലരൊന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തി. ഇവിടെ വന്നവർക്കറിയാം ഈ ക്ഷേത്രം നമ്മൾക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി. അതുപോലെ തന്നെ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ലഭിക്കുന്നൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എല്ലാം നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട തന്നെയാണ്. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എല്ലിത്തറ മേളത്തിൻ്റെ അകത്തേക്ക് കയറി. കുറേ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടു. പോലീസുകാർ കുറേ വട്ടം പുറത്താക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അകത്ത് കയറാൻ പറ്റി. എല്ലിത്തറ മേളം തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലിത്തറ മേളം പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലിത്തറ മേളത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പൂരപ്രേമികൾ അതുപോലെ മേളപ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേളമാണ് ഈ ഒരു എല്ലിത്തറ പാണ്ടിമേളം. ഒരു 2 മണിക്കൂർ ഈ മേളം കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചെവിക്ക് ഒരു പ്രത്യേക തരം മൂളിച്ചുണ്ടാവുന്നതാണ്. ആ മൂളിച്ച നമ്മുടെ ചെവി വിട്ട് പോകണമെങ്കിൽ ഏതാണ്ട് ഒരു 3-3.5 ദിവസം എടുക്കും. അത്രത്തോളം പവർഫുള്ളാണ് ഈ ഒരു മേളം. എല്ലിത്തറ മേളം കഴിഞ്ഞു. ചെവിക്കൊക്കെ നല്ല രീതിക്കുള്ള മൂളിച്ചുണ്ടായിരുന്നു. അവിടുന്ന് ചേട്ടനെയും കിട്ടി. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയിട്ട് തെക്കേ ഗോപുര നടയിൽ നിന്നുള്ള ഒരു ഇറക്കമുണ്ടല്ലോ, തെക്കോട്ടിറക്കം, അതിനു വേണ്ടി പോവാണ്. ആനകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തെക്കോട്ടിറക്കത്തിൻ്റെ ഭാഗത്ത് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. പോലീസും കമ്മിറ്റിക്കാരും തമ്മിൽ നല്ല രീതിയിൽ ഒന്നും തള്ളുണ്ടായിരുന്നു. 2 വർഷം ഞാൻ കണ്ടു തുടങ്ങിയിട്ട് പോലീസുകാർ ഒരു ആവശ്യമില്ലാണ്ട് അവിടെ കയറും കെട്ടിയിട്ട് ആൾക്കാർ ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ അവസ്ഥ. അടുത്തത് കാണാൻ പോകുന്നതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയും. വർഷത്തിൽ വെറും 2 വട്ടം മാത്രം തുറക്കുന്ന തെക്കേ ഗോപുര നടയിലൂടെ നടന്നിറങ്ങുമ്പോൾ ആ വെളിച്ചം മങ്ങി മങ്ങി നമ്മൾക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ പതുക്കെ കാണാൻ കഴിയും. ഈ ഒരു ദൃശ്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുള്ളത് താജ്മഹലാണ്. ഇത്രയും മനോഹരമായൊരു ദൃശ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമേ തൃശ്ശൂരുള്ളൂ. ഇതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ആന ഇറങ്ങുന്നതിന് മുമ്പാണ് പുറത്തേക്ക് ഇറങ്ങിയത്.
അപ്പോൾ അവരെടുത്ത വീഡിയോയും കൂടിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ 2 കൂട്ടുകാരും ആനകൾക്ക് മുമ്പിലായിരുന്നു. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ആനകളുടെ മുമ്പിൽ നടക്കുന്ന കാഴ്ചകളായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും ആനകൾക്ക് പിന്നിലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആനകളുടെ പിന്നിൽ നടക്കുന്ന കാഴ്ച. ഇപ്പോഴും പലർക്ക് എന്തൊക്കെയാണ് ആനകളുടെ പിന്നിൽ നടക്കണതെന്ന് അറിയില്ല. ഭൂരിഭാഗം ആളുകളും കുടമാറ്റം കാണുന്നത് TV-യിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ആനകൾക്ക് പിന്നിൽ എന്ത് നടക്കണമെന്ന് അറിയില്ല. എങ്ങനെ ഈ കുടകൾ മാറി മാറി വരുന്നു, അതുപോലെ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണമെന്ന് അറിയില്ല. ഒന്ന് വൈറലാവാന്ന് വിചാരിച്ചിട്ട വീഡിയോ ആണിത്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഇതൊരു പോലീസുകാരുടെ പൂരമായി മാറിയോ എന്ന് വിമർശനത്തോടുകൂടി പറയുന്നു എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തുള്ള നിയന്ത്രണം എല്ലാ കൊല്ലം ഉള്ളത് തന്നെയാണ്, പക്ഷെ ഇക്കൊല്ലം ലേശം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിപ്പ് കണ്ടപ്പോൾ എനിക്കും നടുക്ക് കയറി ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. പാറമേക്കാവിൻ്റെ 5 ആനകൾ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയെ വലം വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ തൊട്ടങ്ങി മോനെ കോട്ടമാറ്റം. അപ്പം അവർ കണ്ടില്ലേ. പിന്നെ ഇക്കൊല്ലം തൃശ്ശൂരുകാരെ അവതരിപ്പിച്ച ഒരു പുതിയ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു, വിശറി മാറ്റം. അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുടമാറ്റം വേറെ ലെവൽ തന്നെയായിരുന്നു. അതിൻ്റെ വൈബ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. രാത്രി ഒരു 2 മണിയോടുകൂടി വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തി. ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റി, പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് മാത്രമായിരുന്നില്ല അവിടുത്തെ കാഴ്ച. അവിടെ നിറയെ പോലീസുകാരും പട്ടാളക്കാരും അതുപോലെ ക്യാമ്പിലത്തെ പോലീസുകാരൊക്കെ ആയിരുന്നു. അതുപോലെ പോലീസുകാരുടെ വീട്ടുകാരുണ്ടായിരുന്നു. ഒരു 5 മണി വരെ അവിടെ ഇരുന്നു. കാര്യങ്ങളൊന്നും നടപടിയാവില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. പ്രത്യേകിച്ച് രാവിലെ വെടിക്കെട്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് വൈബൊന്നും ഇല്ലല്ലോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാമ്പിളിന് കുറച്ച് ഇടിവെട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾക്ക് വേറൊരു വ്ലോഗിൽ കാണാം കേട്ടോ.